എന്തുകൊണ്ടായിരിക്കും കുട്ടികൾ ഫോൺ കിട്ടാത്തതുകൊണ്ട് ഇറിറ്റേറ്റഡ് ആവുന്നതും വയലന്റ് ബിഹേവിയേഴ്സ് കാണിക്കുന്നതും? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴാണ് ഒരു വ്യക്തി ഫോണിന് അഡിക്റ്റഡ് ആണെന്ന് പറയാനായിട്ട് സാധിക്കുക? 2 മണിക്കൂറോ അതിൽ കൂടുതലോ തുടർച്ചയായി ഫോൺ ഉപയോഗിക്കുക, ഫോണില്ലാതെ എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥ, ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്തു നോക്കുന്ന സ്വഭാവം, ഉറക്കത്തിലുള്ള ബുദ്ധിമുട്ട്, അറ്റൻഷനിലും കോൺസെൻട്രേഷനിലും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ഫോൺ കിട്ടാതെ വരുമ്പോൾ ആങ്ഷ്യസ് ആവുക, ഇറിറ്റേറ്റഡ് ആവുക, വയലന്റ് ബിഹേവിയേഴ്സ് കാണിക്കുക തുടങ്ങിയ സിംറ്റംസ് തുടർച്ചയായി ഒരു വ്യക്തിയിൽ കണ്ടുവരികയാണെങ്കിൽ ആ വ്യക്തിക്ക് ഫോൺ അഡിക്ഷൻ ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ നമുക്ക് ഫോൺ അഡിക്ഷൻ കാണാനായിട്ട് സാധിക്കും. എന്തായിരിക്കും ഇതിനുള്ള കാരണങ്ങൾ? കുട്ടികളിലാണെങ്കിൽ നമ്മൾ അവരെ കണ്ടീഷൻ ചെയ്തെടുക്കുന്നതാണ്. അതായത് അവർ ഫുഡ് കഴിക്കാനും അടങ്ങിയിരിക്കാനുമായി നമ്മൾ അവർക്ക് ഫോൺ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി അവർ കണ്ടീഷൻഡ് ആവുകയാണ്. ഇനി മുതിർന്ന ആളുകളിലാണെങ്കിലോ അവർക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് മെസ്സേജസോ ആളുകളെയോ മിസ് ചെയ്യുന്നുള്ള ഒരു പേടി കാരണവും, അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന രീതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു കോപ്പിംഗ് മെക്കാനിസം എന്ന രീതിയിലോ ഫോണിന് അഡിക്റ്റ് ആവുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ഓരോ ആപ്പുകളും നമ്മെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഒരു വ്യക്തിയിൽ ഫോൺ അഡിക്ഷൻ ഉണ്ടാവാനുള്ള കുറച്ച് കാരണങ്ങൾ. ഡ്രഗ്സ്, ആൽക്കഹോൾ തുടങ്ങിയ അഡിക്ഷൻ പോലെ തന്നെ നമ്മൾ സീരിയസ് ആയി കാണേണ്ടതും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്കേണ്ടതുമായ അഡിക്ഷൻ തന്നെയാണ് ഫോൺ അഡിക്ഷൻ.